കലാഭവൻ മണിയെ സർക്കാർ അവഗണിച്ചുവെന്ന സഹോദരൻ RLV രാമകൃഷ്ണൻ. മണിയുടെ സ്മാരകം പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങി. കലാഭവൻ മണി മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ സർക്കാരാണ് ഇപ്പോഴും. സ്മാരകം വൈകുന്നതിൽ പ്രതിഷേധിക്കുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. മണിച്ചേട്ടൻ 2016 മരിച്ചതിന് ശേഷം 2017 കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ കലാഭവൻ മണിക്ക് ഒരു സ്മാരകം എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് തുക നീക്കി വെച്ചിരുന്നു. അതിനെ തുടർന്ന് വന്ന ബഡ്ജറ്റിലും ഇതിന്റെ സ്മാരകം പണിയുന്നതിനായിട്ടുള്ള വലിയ തുക നീക്കി വെച്ചിരുന്നു. നാടൻ പാട്ട് കലാകാരനും മിമിക്രി കലാകാരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായൊരു സ്മാരകം തന്നെയാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നാളിതുവരെയായിട്ടും അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ. ആസിഫ് മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ആസിഫ്, എന്താണ് മണിയുടെ കുടുംബത്തിന്റെ നിരാശ? നിഷാദ്, ഈ ഒരു ഇടത് സഹയാത്രികനായിരുന്ന കലാഭവൻ മണിയെ സർക്കാർ അവഗണിച്ചുവെന്നാണ് സഹോദരൻ RLV രാമകൃഷ്ണൻ പറയുന്നത്. മണിയുടെ സ്മാരകം അത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി. കലാഭവൻ മണി മരിക്കുമുണ്ടായിരുന്ന അതേ സർക്കാരാണ് ഇപ്പോഴും ഉള്ളത്. അന്ന് സ്മാരകം പണിയുമെന്ന് പ്രഖ്യാപിക്കുമെങ്കിലും ഇതുവരെയും സ്മാരകം നിർമ്മിച്ചില്ല. ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് ഇപ്പോൾ RLV രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. വേണ്ടി വന്നാൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുമെന്നും കലാഭവന്റെ സഹോദരൻ കൂടിയായ RLV രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് ആസിഫാണ് വിവരങ്ങൾ നൽകിയത്.